അത് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്തെല്ലാം നേടാൻ പറ്റും, അതേപോലെ തന്നെ ഈ ഒരു നെറ്റ്വർക്ക് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചെറിയൊരു സമയത്തിൽ ഒതുങ്ങിയതുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഇതിനകത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ്. ഇപ്പം എന്താണ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കുറേ നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കുറേ ആളുകളെ പിടിക്കണം എന്നുള്ളതായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നെറ്റ്വർക്ക് വലുതാക്കിയ ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിജയിച്ച ആളുകൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് കൂടെ നിരവധി ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ വിജയം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് അവർക്ക് മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിൽ ആരൊക്കെ നമ്മുടെ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം. നമ്മൾ ആമസോൺ എന്ന് പറയുന്ന ഒരു ശൃംഖലയെ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അറിയാം. ഒരു ആപ്ലിക്കേഷനിലൂടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ ആളുകൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ആ ആമസോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾക്ക് ലാഭമാണ്. ഇന്ന് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാപകനുള്ളത്. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ നമ്മൾ വിവിധ ആളുകളിൽ, അതൊരു ചന്ത തന്നെയാണ്. ആ ചന്തയിൽ പോയിട്ട് ഒരുപാട് ആളുകൾ സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ എമൗണ്ട് പോകുന്ന അയാളുടെ ഇതിലേക്കാണ്. അതേപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ജിയോ എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മൾ ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഫ്രീ ആയിട്ട് 2 വർഷത്തോളം നെറ്റ്വർക്ക് ഫ്രീ ആക്കി കൊടുത്തു. അവരുടെ നെറ്റ്വർക്കിന്റെ വലിപ്പം കൂട്ടി 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 കൊണ്ടുവന്നു. ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കിൽ നിന്നും ആളുകളെ ഇവരുടെ നെറ്റ്വർക്കിലേക്ക് പിടിച്ചു. അല്ലെ, നമ്മൾ പറയാമല്ലോ ആൾ പിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ നെറ്റ്വർക്കിലേക്ക് പിടിച്ചു, അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. നെറ്റിന്റെ ഉപയോഗിക്കാനുള്ള അവസരം എന്ത് ചെയ്തു, 1-2 മണിക്കൂർ അധികമാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 2 GB മുകളിൽ നെറ്റ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആളുകളെ മാറ്റാൻ ഇവർക്ക് സാധിച്ചപ്പോൾ ഇവരുടെ നെറ്റ്വർക്ക് വലുതാവുകയും ഒരുപാട് ആളുകൾ ഇവിടെ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് മാറിയ സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ജിയോ ആണ്. ഇല്ല, അവരുടെ ഏത് കമ്പനി എടുത്ത് നോക്കിയാൽ അറിയാം. പെട്രോളിയം കമ്പനി ആണെങ്കിലും ഇല്ല, മറ്റു മേഖലയിലൊക്കെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇല്ല, അവർക്ക് തുണി വ്യാപാരം എന്ന് പറഞ്ഞ ഒരുപാട് വ്യാപാരങ്ങളുണ്ട്. ഇതിലൊക്കെ ആളുകളുടെ എണ്ണം കൂടിയ സമയത്ത് ജിയോ നമ്പർ 1 കമ്പനിയായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്താലുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലേ, ഒരുപാട് യാത്രകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലേ, ഇപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് കുറെ ആളുകൾ യാത്ര പോയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര പോയി മറ്റുള്ള സ്ഥലത്തേക്ക്, തായ്ലൻഡ് എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയ വീടുകൾ, നല്ല നല്ല ഇഷ്ടപ്പെട്ട തുണിത്തരങ്ങൾ, നല്ല ഫുഡുകൾ, ഇങ്ങനെയായിട്ടുള്ള നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് സാധിക്കുന്ന ഒന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ, എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാന്യമായ ഒരു അവസരം എന്ന്, പണം ഉണ്ടാക്കാൻ ഒരുപാട് അവസരം നമുക്കുണ്ട്. ഇപ്പോൾ MDMA വിറ്റൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മാന്യമായിട്ട് അതേപോലെ തന്നെ കൃത്യമായി ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനും ആ വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറക്കെ പറയാനൊക്കെ ധൈര്യമുള്ളത് ഇന്ന് ലോകത്തിലെ നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലെ, മറ്റേതൊരു വ്യവസായം ചെയ്യുന്ന ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ചറിയാം. അവർക്ക് അവരുടെ കൃത്യമായ വരുമാനം പോലും കൃത്യമായിട്ട് ഒരാളുടെ മുന്നിൽ അവർക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാക്കിയ വരുമാനം നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പറയുന്നതിന് യാതൊരു ശങ്കയും വേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ ഈ നിന്ന് ഒരു 10 പൈസ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാൻ നമുക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗോളിലെത്തും എന്നുള്ളതാണ്. അല്ലേ, ഇതിനകത്ത് പണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട, പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് നിറവേറ്റാനുള്ള വഴി നമ്മൾ ഒരുക്കിയാൽ മതി. പണം നമ്മുടെ അടുത്തേക്ക് വന്നോളൂ. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിൽ വന്നിട്ടുള്ള ചെറിയ മാറ്റമാണ് നമ്മൾ ബിസിനസ്സുകാരിൽ നിന്ന് നമ്മളൊരു ജോലിക്കാരന്റെ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരാനുള്ള കാരണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ആളുകളൊക്കെ തന്നെ അല്ലേ, നമ്മൾ ബിസിനസ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും, ഇല്ല എന്നെ കൊണ്ട് അത്രയ്ക്ക് സാധിക്കും എന്ന് പറയാറ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ നമ്മൾ ലോകത്തിലുള്ള പല ആളുകളെ എടുത്ത് പരിശോധിച്ചറിയാം, അവരൊക്കെ 60 വയസ്സിന് മുകളിൽ ഉള്ള സമയത്താണ് അവരുടെ ബിസിനസ് എന്ത് ചെയ്യുന്നത്, വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ നമ്മുടെ ജോബ് മൈൻഡിൽ നിന്ന് നമ്മൾ ബിസിനസ് മൈൻഡിലേക്ക് നമ്മൾ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കൈപ്പിടിയിലേക്ക് വരും, അല്ലേ? കാരണം ജോബ് പേയ്സ് ദി ബിൽ ബട്ട് ബിസിനസ് പേ ദി ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുക, അല്ലെ? ജോബ് എന്ന് പറയുന്നത് മോശമായിട്ടല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ പല ബില്ലുകളും അടയ്ക്കാൻ സാധിക്കുള്ളൂ. കാരണം അല്ലേ, നമുക്കറിയാം, ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതുവരെ എടുത്ത ഒരു മേഖല ജോലിയായിരിക്കും. ആ ജോലിയിൽ നമ്മുടെ ലോൺ അടച്ചു പോകും. അതേപോലെ തന്നെ നമുക്ക് ഫോൺ ബില്ല് അടയ്ക്കാനുണ്ട്, അത് കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, അത് വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കാനുണ്ട്, അത് ഇങ്ങനെ കുറേ ബില്ലുകൾ കൊടുക്കുന്ന പണി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ ചെയ്തത്. പക്ഷെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറ്റം വരും. കാരണം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, അവിടെയുള്ള ജോലി എടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ. ഇല്ല, ഇയാൾ ബില്ലടച്ചു പോകുന്ന സമയത്ത് അയാളും ബില്ലടയ്ക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവും, അയാളുടെ സ്റ്റൈലിൽ മാറ്റം ഉണ്ടാവും, അവരുടെ ലൈഫിലും അയാളുടെ ജീവിതത്തിന്റെ സ്റ്റൈലിലും മാറ്റം ഉണ്ടാവും. ഇല്ല, ജോബ് ചെയ്ത് പണിയെടുത്ത് വയ്ക്കുന്ന ഒരു ഓൾട്ടോ കാർ ഉപയോഗിക്കുന്നതിന്റെ മറ്റേ ആൾ ഉപയോഗിക്കുന്നത് ബെൻസ് കാറായിരിക്കും. ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ യാത്രകളിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ബിസിനസ്സുകാരും ജോലിക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ജോലിയിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ബിസിനസ്സിനകത്തുള്ള വിശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബിസിനസ്സിൽ നമുക്കൊരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം, ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനകത്ത് എന്ത് മാറ്റം എനിക്ക് ഉണ്ടാവും എന്നുള്ളത് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏത് മേഖലയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമുക്ക് വിശ്വാസം വരുത്തണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മേഖലയിൽ പ്രവർത്തിക്കാവൂ. ആ മേഖലയിൽ പ്രവർത്തിച്ച് വിജയിക്കണമെങ്കിലും വിശ്വാസം വേണം. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറ്റിമറിക്കാവുന്ന, നമ്മുടെ കമ്പനിയുടെ വിഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാധാരണക്കാരനായിട്ടുള്ള നിരവധി ആളുകളുടെ ജീവിതത്തിലും അല്ലെ അവരുടെ ലൈഫിലും അവരുടെ സ്റ്റൈലിലും മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയാറുണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗൂഗിളിന്റെ അടുത്തൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ വരുമാനം ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്, ഒന്ന് ഇൻഷുറൻസും, രണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ്, കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നൊക്കെ പറയുന്ന കച്ചവടങ്ങളാണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലെ? നമ്മൾ പറയാറുണ്ട് നമ്മളൊരു പരിപാടിക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അല്ലെങ്കിൽ ഞാനൊരു നെറ്റ്വർക്കറാണ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഗവൺമെന്റ് മാറിയിട്ടുണ്ട്, നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഇല്ല, നമ്മളൊരു ഉൽപ്പന്നം കടയിൽ പോയി വാങ്ങിയിട്ട് ഇല്ല, ആ കടയിൽ പോയി ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് ചിലപ്പോൾ അതിനകത്തൊരു പരസ്യത്തിൽ അഭിനയിച്ച ആളുകളെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു ബൂസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നം ഒരു കുട്ടി ഇതിന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടി സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ കുട്ടി ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല, അതിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് നമ്മുടെ കച്ചവടം, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന കച്ചവടം. ഇവിടെ എന്തില്ല, പരസ്യങ്ങളില്ല, സൂപ്പർ താരങ്ങൾ ഇതിനെപ്പറ്റി പറയാനില്ല. ഇതിനു പകരം ഇത് ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഉപഭോക്താവാണ് ഈ കച്ചവടം അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ള ഏത് കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനിയുടെ ഉൽപ്പന്നം ട്രഡീഷണൽ മാർക്കറ്റിലുള്ള ഉൽപ്പന്നത്തെക്കാൾ നല്ല ഉൽപ്പന്നമായിരിക്കും. കാരണം ഇതിന് പരസ്യങ്ങളില്ല, സൂപ്പർ താരങ്ങൾ ഇതിനകത്ത് പ്രചാരകരായിട്ടില്ല. നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത് മറ്റൊരാൾക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരത്തെ പറ്റി സംസാരിക്കുന്നു. ഇതുവഴിയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് കച്ചവടം നടക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിൽ സൂപ്പർ താരങ്ങളാണെങ്കിൽ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ നമ്മളടുത്ത് ഉപയോഗിച്ച ആളുകളാണ് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ. അവരുപയോഗിച്ച് നല്ലതാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇത് എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യുന്നു.
ആ റെഫർ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ID കൊടുത്ത് നമ്മൾ അവരെ ഇതിന്റെ ഉപഭോക്താവാക്കി മാറ്റിയിട്ടാണ് നമ്മളിവിടെ കച്ചവടം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കച്ചവടം നടന്നാൽ എന്താ ലാഭം എന്ന് വെച്ചാൽ, ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ വിറ്റ് വരവിന്റെ അല്ലെങ്കിൽ ലാഭത്തിന്റെ ഒരു പങ്ക് നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് തരികയാണ്. ഇങ്ങനെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്ത് ചെയ്യുന്നത്, കമ്പനിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഉപഭോക്താവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോധവൽക്കരിച്ചിട്ടാണ് അയാൾക്ക് സേവനം ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് സെല്ലിംഗ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ സെല്ലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ ഇങ്ങനെ വിൽക്കാൻ പറ്റിയ ഒരു അവസരത്തിലേക്കാണ് നമ്മളൊക്കെ ഒന്ന് കയറിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആയിരിക്കാം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സംഭവമൊക്കെ ഇങ്ങനെ ശരിയാണ്, ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെയാണ്, മറ്റേ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ്. പക്ഷെ നമുക്ക് നല്ല ഒരു കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ നല്ലൊരു ഹൗ കൻ വി സെലക്ട് ഗുഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ പല ആളുകളും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ഇതിനു മുമ്പ് പറ്റിച്ചിട്ടുണ്ടാവാം. ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ എല്ലാ മേഖലയിലും തട്ടിപ്പുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ മേഖലയിലും തട്ടിപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളെ പിടിക്കുന്ന പരിപാടി ഇല്ലാത്ത ഒരു മേഖലയോട്ടില്ല താനും. കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ മാസ്റ്റർമാരടക്കം ടീച്ചേഴ്സ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെയൊക്കെ ഓരോ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ പിടിക്കാൻ വന്നിട്ടുണ്ട്, അവരെ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പങ്കിൽ സാധ്യമാകാത്ത ഒരു ബിസിനസ്സോ ഒരു സംഗതിയോ ഈ ഭൂമിയിലില്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇപ്പം ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയും ആൾ വേണം. ഒരു ബാങ്കിലേക്കാണെങ്കിൽ ബാങ്കിൽ കസ്റ്റമർ വേണം. നമ്മൾ കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കസ്റ്റമർ വേണം. കസ്റ്റമർ ഇല്ലാത്ത ആളുകളില്ലാത്ത ഒരു മേഖലയിലും ഭൂമിയിലില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്കിന്റെ സാധ്യതയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെയും നമുക്ക് നല്ലൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ കമ്പനി അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന രീതിയിലുള്ള അവർക്ക് ഗുണം കിട്ടുന്ന, അവർക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു എമേസിങ് പ്രൊഡക്റ്റ് ആയിരിക്കണം ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. രണ്ടാമത് ഇതിനകത്ത് വിജയിച്ചിട്ടുള്ള ആളുകളാണ്. വിജയിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിൽ കാശ്മീരിലോ മറ്റു സ്ഥലത്തോ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പല കമ്പനിയും നമ്മളോട് പറയാറുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിത് പരിശോധിക്കേണ്ടതാണ്. അടുത്ത കാര്യമാണ്, ഈ ഒരു ബിസിനസ് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുമോ, ഈ ഒരു ബിസിനസ് പഠിക്കാനുള്ള സിസ്റ്റം ഉണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ മതിയോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, അതേപോലെ തന്നെ ഇതിന്റെ പ്ലാന്, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സ് പറഞ്ഞതുകൊണ്ടോ നമ്മൾ നോക്കണ്ട. ഇന്ന് നമുക്ക് എന്ത് കാര്യവും എവിടെയും സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞറിയാം. ഈ കമ്പനി ഇന്ന് നമ്പർ 1 ആയതുകൊണ്ടാണ് ഗൂഗിളിന്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഈ ഒരു കമ്പനി വരാനുള്ള കാരണം. പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ കമ്പനി 12 കൊല്ലം നിൽക്കില്ല. നമുക്കറിയാം ഏതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മോശമാണോ ആ കമ്പനി മാക്സിമം പോയാൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം, അതിനപ്പുറത്തേക്ക് ഒരു കമ്പനിയും പോവില്ല. എങ്ങനെയാണെങ്കിൽ ഈ കമ്പനി ഇന്ത്യയിൽ എത്ര വർഷത്തോളം ആയി അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഘടകമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ തന്നെയാണ്. നിരവധിയായിട്ടുള്ള സാധാരണക്കാരൻ വലിയ വളർച്ചയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് നമ്മുടെ ശ്രീധരൻ സാറ്. സാർക്ക് എന്താണ് വലിയൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്താണ് ഈ ഒരു ബിസിനസ്സിനകത്ത് വിജയിക്കണം, നാളുകളിൽ എനിക്ക് വലിയൊരു ടീം വരും, ആ ടീം വരുമ്പോഴേ അതിനുവേണ്ടി ഞാൻ കാത്തു നിൽക്കണം എന്നുള്ളൊരു വിശ്വാസമാണ്. ഈ ഒരു ബിസിനസ്സിലൂടെ കൃത്യമായിട്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ പണിയെടുത്തപ്പോഴാണ് ഇന്നൊരു 8 വർഷം കൊണ്ട് വളരെയധികം മാറ്റം ആരിലേക്ക് വന്നത്, ശ്രീധരൻ സാറിലേക്ക് വന്നത്. ഇന്ന് അദ്ദേഹം കോടികൾ വാങ്ങി.
അല്ലെ? നമ്മൾ പറയാറുണ്ട്, കോടീശ്വരന്മാരെ പറ്റി നമ്മൾ പറയാറുണ്ട്. നമ്മൾ പണ്ടൊക്കെ ലക്ഷങ്ങളെ പറ്റി പറയായിരുന്നു. പക്ഷെ ഇന്ന് ലക്ഷങ്ങൾക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു മീൻ കിട്ടണേ 100 റുപ്യേന്റെ മേലെ കൊടുക്കണം. ആ സമയത്ത് ലക്ഷങ്ങളൊക്കെ പോയി ഇപ്പോൾ കോടി എന്ന് പറയുന്ന മത്സരത്തിലേക്കാണ് ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 5000 രൂപ എല്ലാ മാസവും നമ്മൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 കോടി ആവണ എത്ര കാലം എടുക്കും എന്നുള്ളതാണ്. അല്ലെ? മിനിമം ഒരു 100 വർഷം എടുക്കും ആ പൈസ 1 കോടി രൂപയിലേക്ക് എത്താൻ. അപ്പൊ 100 വർഷം നമ്മൾ ഇനി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം. ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇനി പോട്ടെ ഒരു 10 വർഷം എടുത്തു വിചാരിക്കുക. ഈ രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസം ഈ ഒരു ബിസിനസ്സിനകത്ത് ഇട്ട് പ്രവർത്തിച്ചാൽ പോരെ നമുക്ക് ആ 1 കോടി കിട്ടാൻ. ആ രീതിയിലുള്ള വിശ്വാസമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീധരൻ സാറിലുണ്ടായിരുന്നത്. അദ്ദേഹം 8 കൊല്ലം കൊണ്ട് 1,20,00,000 മേലെ വാങ്ങിച്ചു. അല്ലെ? ഏകദേശം ഒരു 92 വർഷം അദ്ദേഹം എന്ത് ചെയ്തു? സേവ് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കോടീശ്വരനാക്കി മാറ്റിയ കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, അതെല്ലാം ഇതിനകത്ത് കൃത്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പ്രൊഫൈലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. 2013 ഓഗസ്റ്റ് 14 ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇല്ലേ? 1000-ലധികം ബ്രാഞ്ചുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ. ഇല്ല, ഇത് കാണുമ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തം കൂടെ ഉണ്ട്. കാരണം ഇതിന്റെയൊക്കെ ഓണർ നമ്മളും കൂടിയാണ്. അല്ലെ? ഇതിന്റെയൊക്കെ ഷെയറാണ് നമ്മൾ എടുത്തത്. നമ്മൾ MA യൂസഫലിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് ഇത്രയും ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ അയാളെക്കാൾ വലിയൊരു ബിസിനസ്സുകാരാണ് നമ്മൾ ഓരോരുത്തരും. ഇല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഔട്ട്ലെറ്റ് നമ്മളോട് സാധനം വാങ്ങണമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടോ? ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല. ഇല്ല, കമ്പനിക്ക് 1200-ലധികം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരേ റേറ്റിൽ സാധനം കിട്ടും. അവിടെയൊക്കെ നമുക്ക് ടീം ഉണ്ടെങ്കിൽ അവർക്ക് ഒരേ റേറ്റിൽ സാധനങ്ങൾ കമ്പനി കൊടുത്തോളും. അപ്പൊ ഈ ബ്രാഞ്ചുകളൊക്കെ ആരുന്നത്? നമ്മളെ ബ്രാഞ്ചും കൂടിയാണ്. അപ്പൊ ഇത്രയധികം ബ്രാഞ്ചുകളുള്ള വലിയൊരു ബിസിനസ്സുകാരാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും. ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയെ എന്ത് ചെയ്യുക? മാറ്റിയെടുത്താല്, ഞാൻ പറഞ്ഞു, ഇപ്പം വടകരയിൽ നിന്ന് വാങ്ങുന്ന ഒരു 10 ആൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് ആളുകൾ നമ്മളെ ടീമിലുണ്ട്. നടുവണ്ണൂരിൽ ഒരു 10 ആളുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ ടേൺ ഓവർ നമ്മളിലേക്ക് വരികയല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു 1000-ൽ ഒരു 100 ഇല്ലെങ്കിൽ ഒരു 10 ഔട്ട്ലെറ്റുകളിൽ നിന്ന് പൈപ്പത്ത് ആളുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കച്ചവടം ഏത് ലെവലിലേക്ക് മാറും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഒരുപക്ഷെ നമ്മളായിരിക്കും. ഇല്ല, അടുത്തെടുത്ത് നോക്കിക്കോ നിങ്ങൾ. 2000 നമ്മുടെ ISO 2015 സർട്ടിഫൈഡ് പ്ലാനാണ് നമ്മുടെ ബിസിനസ് പ്ലാന്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് മെമ്പർ ഇൻ ഫിക്കിയിൽ നമ്മൾ മെമ്പറാണ്. ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ ആ GTS നമ്മൾ കേട്ടിട്ടുണ്ടാവും. FDSA മെമ്പറാണ്. റിക്രൂട്ടിംഗ് ഏജൻസിയാണ് സ്കിൽ ഇന്ത്യയുടെ. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് നമ്മുടെ ബ്രാൻഡിനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്, എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെ ടൈംസ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ആണ് നമ്മൾ കാണേണ്ടത്. അല്ലെ? പല കമ്പനിയുടെയും പല പ്രൊഡക്റ്റുകളും അതിന്റെ ലീഡേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ലോകോത്തര നിലവാരമുള്ള ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട്, സയന്റിസ്റ്റിനെ വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്, അല്ലെ? അതിന്റെ റിസൾട്ടിൽ നോ കോംപ്രമൈസ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. ബാക്കിയൊക്കെ നമുക്ക് വിട്ടേച്ചറിയാം. അതായത് ലോകോത്തരത്തിലുള്ള ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു ടീം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട്. 22-ലധികം, ഇന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 25-ലധികം പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയ പ്രൊഡക്റ്റുകളുണ്ട്. ഏകദേശം സീലിംഗ് അച്ചീവേഴ്സിന്റെ ഒരുപാട് എന്താ പറയാ ശൃംഖല അല്ലെങ്കിൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ്. ആ ട്രിപ്പ് നമുക്ക് വിശ്വസിക്കാൻ കാരണം നമ്മുടെ ടീമിൽ തന്നെ നിരവധി ആളുകൾ അതിൽ പോയിട്ടുണ്ട്. അല്ലെ? ഇപ്പോഴും നമ്മുടെ ടീമൊക്കെ എവിടെയുള്ളത്? തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് അവർ കറങ്ങി, അല്ലെ? അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിലേക്കുള്ള നമ്പർ 1 കമ്പനിയായിട്ട് മാറി. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓപ്പറേഷൻ മറ്റു രാജ്യങ്ങളിലൊക്കെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടാകുന്ന ചിന്തയാണ് MLM, അല്ലെ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമവിധേയമോ എന്ന് നമുക്ക് അറിയണം.
ഇല്ല, ലീഡിങ് എന്താ പറയാ മീഡിയ, ഇത് മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസാണ്. ഇല്ല, ഈ ഒരു മേഖല നിയമവിധേയമാണോ എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇതിനകത്ത് മണി ചെയിൻ എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്. ഇല്ല, നമുക്ക് കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് കിട്ടുന്നു, അത് നമ്മൾ ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് റെഫർ ചെയ്യുന്നു, റെഫറൽ മാർക്കറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മണി ചെയിൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാതൃഭൂമിയിൽ വന്ന ന്യൂസാണ്. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞോ എന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക ചിന്തിക്കേണ്ടത്. അപ്പം ഗവൺമെന്റ് ഇതിന് നിയമം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഈ മേഖലയെ പറ്റി പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് MLM അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെയും തട്ടിപ്പില്ല എന്നുള്ളതല്ല ഞാൻ പറയും, തട്ടിപ്പുള്ള നിരവധി കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും, ആ കമ്പനിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കമ്പനിയുടെ ലാഭം നമുക്ക് തരുമ്പോൾ അതിന്റെ ലാഭത്തിന്റെ ഇത്ര ശതമാനം ടാക്സ് അടച്ചുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നത്. ഈ ടാക്സ് പോകുന്നത് അതാത് സ്റ്റേറ്റിലെ ഗവൺമെന്റിലേക്കാണ് ഇതിന്റെ ടാക്സ് പോകുന്നത്. അപ്പം ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2000 കോടിക്ക് മുകളിലുള്ള ടാക്സ് ആണ് ഗവൺമെന്റ് ഈ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം അതിനടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ടാക്സ് ഗവൺമെന്റ് കിട്ടുമ്പോൾ ഗവൺമെന്റിന് മറ്റൊരു മുതൽ മുടക്കോ കാര്യങ്ങളോ ആവശ്യമില്ല. ഇതിനകത്തുള്ള പ്രൊഡക്റ്റോ ഇതിനകത്തുള്ള കമ്പനിയോ ഇതിനകത്തുള്ള ആളുകൾക്ക് ശമ്പളമായിട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഗവൺമെന്റില്ല. ഇത് കമ്പനി ചെയ്തോളും, ടാക്സും കമ്പനി കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഇത്തരം കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനി ഇതിനെന്ത് ചെയ്തു, നിയമനിർമ്മാണം നടത്തുകയുണ്ടായി. ആ നിയമനിർമ്മാണം ഒന്നും കൂടെ ക്ലാരിറ്റി നമുക്ക് വരുത്തുന്നു കഴിഞ്ഞ 19-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ. അതിന് നിയമനിർമ്മാണം ആദ്യം നടത്തി 2015 നിയമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ അതിനൊരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നമ്മുടെ കമ്പനിയുടെ പേര് വരുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെല്ലാം കമ്പനികൾക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നോക്കിയിട്ട് നമുക്ക് കമ്പനി ചൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. അങ്ങനെ ആകുമ്പോഴാണല്ലേ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇതിനകത്ത് MLM ചെയ്യുന്ന വ്യക്തിയാണ് എന്നോർത്ത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ഒരുപക്ഷെ മുൻപ് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മൾ ഈ മേഖലയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ തട്ടിപ്പെന്നും പറഞ്ഞ് നമ്മൾ മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ തട്ടിപ്പിൽ പെട്ട് നമ്മൾ കുറച്ചു കാലം വെറുതെ നിന്നിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇന്ന് കൃത്യമായ അളവിൽ ഗവൺമെന്റ് നിയമവും കാര്യങ്ങളൊക്കെ ഇത് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ കമ്പനിക്കും എന്തുണ്ടായി, കൃത്യമായ അളവിൽ നിയമവും കാര്യങ്ങളൊക്കെ വന്നു. ഇതിനകത്ത് ഒരുപാട് ന്യൂസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണി ചെയിൻ വ്യാപാരം നിരോധിച്ചു, ഡയറക്റ്റ് സെല്ലിങ്ങിന് മാർഗനിർദ്ദേശമായി. ഇല്ല, കേരള ഫിനാൻസ് ബിൽ 2015 പ്രകാരം ഇതിന്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ ഇല്ലാതെ പണം മാത്രം ക്രയവിക്രയം ചെയ്യുന്ന രീതിയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, നമ്മൾ കൊടുക്കുന്നതിൽ എന്തുണ്ട്, സേവനങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാതെ പണം മാത്രം ക്രയവിക്രയം ചെയ്യാൻ ഇന്ത്യയിൽ ബാങ്കുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. മറ്റു ആളുകൾക്ക് ആർക്കും എന്തില്ല, ഒരു അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പരാതിപ്പെടാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, മണി ചെയിൻ എന്നല്ല പറയുന്നത്. ഇല്ല, 1 ലക്ഷം വാങ്ങി 2 മാസം 3 മാസം കഴിഞ്ഞാൽ 2 ലക്ഷമായിട്ട് തിരിച്ചു തരാം, ഇങ്ങനെ പറഞ്ഞും കൊണ്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്യേണ്ട, പൈസ മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇല്ലേ, കാരണം ഇന്നേ വരെ ഒരാളും നമുക്ക് പണം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാശ് കാണുന്ന സമയത്താണ് അയാൾ നമ്മുടെ അടുത്തേക്ക് വരിക, ഇങ്ങനെ പൈസ ഇതിൻ്റെ അകത്തിട്ടോ, ഇത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, തൽക്കാലം ഇങ്ങനെ ഉണ്ടായിക്കോ, ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് പച്ചക്കറി പീടികയിലും മറ്റുള്ള സ്ഥലത്തും പോയിട്ട് നിന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അരിച്ചു പോയ ആളുണ്ട്, പിന്നെ കോയിൻസിന്റെ പരിപാടി പോയിട്ട് അത് പൊട്ടിയ ആൾക്കാരുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണി ചെയിൻ എന്ന് പറയുന്ന സാധനം നിരോധിച്ചു ഗവൺമെന്റ്. ഡയറക്റ്റ് സെല്ലിങ്ങിന് മാർഗനിർദ്ദേശമായി അല്ലെങ്കിൽ ലീഗലൈസ് ചെയ്തുകൊണ്ട് അതിനുള്ള ഓർഡർ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്.
അതിന്റെ ഭാഗമായിട്ടാണ് കമ്പനിയിൽ നമ്മൾ നിരവധി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡ് യൂണിയനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെ, CIT ആയാലും INTUC ആയാലും STU ആണെങ്കിലും AITUC ആണെങ്കിലും BMS ആണെങ്കിലും ഒക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് യൂണിയനുകളിൽ അംഗത്വം എടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം കൂടെ എവിടെ വന്നു, നമ്മുടെ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവരും ഇതിനെപ്പറ്റി പഠിക്കും. ഇപ്പൊ എന്തൊരു പുതിയ സാധനം കടന്നു വരുന്നുണ്ടോ അതിനെപ്പറ്റി ട്രേഡ് യൂണിയനുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന്റെ ഭാഗമായിട്ട് മാറുന്നുള്ളൂ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും AI ടെക്നോളജിക്ക് അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ട്രേഡ് യൂണിയനുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ AI വന്നു കഴിഞ്ഞാൽ നിരവധി ആളുകളുടെ ജോലി പോകുമെന്നാണ് പറയുന്നത്. ഇപ്പൊ കൊറോണ വന്നിട്ട് 10 ലക്ഷം ആളുകളുടെ ജോലി പോയതുപോലെ AI ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ സാന്നിധ്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ നിരവധി ആളുകളുടെ ജോലി പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റി, അത് വന്നില്ലെങ്കിൽ അതിന്റെ ദോഷം എന്താണ്, അത് വന്നാലുള്ള ഗുണം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പറ്റി ട്രേഡ് യൂണിയനുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കമ്പനിയിലും ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള യൂണിയനിൽ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് അത്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗസറ്റഡ് വിജ്ഞാപനങ്ങൾ, അതേപോലെ നമ്മുടെ ഈ ആയുഷിന്റെ ചാർജുള്ള മന്ത്രി അല്ലെ, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതാപ് റാവു ജാവേദ് എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാത് സ്റ്റേറ്റുകളിലെ ആരോഗ്യമന്ത്രിമാർക്ക് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ വീണ ജോർജ് ആണ് ഈ ഒരു മേഖല ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ വെച്ച് നമ്മുടെ നാട്ടിലുള്ള PHCകളൊക്കെ ഡെവലപ്പ് ചെയ്ത് മാറ്റി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് മാറ്റി ആയുഷിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഇതിനകത്ത് വരാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർമാർക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അവർ കുറച്ചെന്തെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് നമ്മുടെ ആശാ വർക്കർമാരെ മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള വിൽപ്പനയിൽ 12% വളർച്ച എന്നുള്ളതാണ് അല്ലെ. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 12% വളർച്ച ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പത്രത്തിൽ കിട്ടുന്ന മറ്റൊരു ന്യൂസ്. ഇത് 2021-22 കണക്കാണ്. ഏകദേശം 21,282 കോടി രൂപയിലേക്ക് ഇതിന്റെ വിറ്റവരവ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ന്യൂസ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഏകദേശം 85 ലക്ഷം ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് വിറ്റുപോയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം 11% ചെയ്യുന്ന വെൽനസ് ആണ് ഉൽപ്പന്നങ്ങളാണ് ഇതിനകത്ത് 11% വിറ്റുപോയിട്ടുള്ളത്. അതേപോലെ തന്നെ 11% ന്യൂട്രാസ്യൂട്ടിക്കൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ, ബാക്കിയുള്ള നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ആണെങ്കിലും ഹോം കെയർ ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇതിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടാണ് ഈ 12% വളർച്ച നമുക്ക് ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു വാർത്തയാണ് സമഗ്ര വളർച്ച രേഖപ്പെടുത്തി ഡയറക്ട് സെല്ലിംഗ് വ്യവസായം എന്നുള്ളതാണ്. ഇത് 2015 മുതൽ 19 വരെയുള്ള കണക്കെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇല്ലേ, ഓരോ വർഷവും ഇതിനകത്തുള്ള വിറ്റുവരവ് നമ്മൾ 2015-16 8,308 കോടി രൂപയായിരുന്നത് ഏകദേശം 13,080 കോടിയിലേക്ക് മാറ്റാനും, അതേപോലെ തന്നെ 2022-23 ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം 21,000 സംതിങ് കോടിയിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് സാധിച്ചത് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വളർച്ച തന്നെയാണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അത് നേരെ താഴോട്ടായിരുന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് അല്ലെ. ആ ഒരു വാർത്തയാണ് ഡയറക്ട് സെല്ലിംഗിൽ വീണ്ടും അല്ലെ വൻ കുതിപ്പെന്ന് പഠനം. കേരളം 2,000 കോടി രൂപയുടെ വിപണിയായിട്ട് മാറും എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ 2-3 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതിനു മുമ്പൊക്കെയുള്ള വർഷങ്ങളിലുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ അന്ന് മുതലേ ഈ ഒരു മേഖലയെ പറ്റി ഇല്ല, ഇതിനകത്തൊക്കെ നമുക്കറിയാം ഈ മേഖലയെ പറ്റി പഠിക്കാതെ ഒരു ന്യൂസും പ്രചരിക്കില്ല. പത്രങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ന്യൂസുകൾ വരണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ മേഖലയെ പറ്റി പഠിക്കുകയും അതിലുണ്ടായിരുന്ന ഫീഡ്ബാക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ പത്രങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള
കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസുകൾ കൊടുക്കാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും വലിയ പ്രോത്സാഹനവും വലിയ കാര്യങ്ങളൊക്കെയാണ്, നേട്ടങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് വ്യവസായങ്ങൾ ഇന്ത്യയിൽ എന്നല്ല കേരളത്തിൽ വൻ കുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും നല്ല കമ്പനിയാണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് പ്രത്യേകിച്ച് നമുക്കറിയാം, അടുത്തൊരു വാർത്ത നമ്മൾ കണ്ടു നോക്കി അറിയാം, നമുക്ക് അലോപ്പതി ഡോക്ടർക്കെതിരെ ആയുഷ് വകുപ്പ് എന്നുള്ളതാണ്. അല്ലെ, ഡോക്ടർമാർ കൃത്യമായിട്ട് ഈ ഒരു മേഖല പഠിക്കണം എന്ന് ഗവൺമെന്റ് എന്ത് ചെയ്തു, നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് MBBS പഠിക്കുന്ന കുട്ടികൾക്ക് 6 മാസം ഈ ഒരു കാര്യങ്ങൾ കൂടെ പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കി അവർ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പഠിക്കാതെ ഒറ്റയാൾ MBBS ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് വാശി പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആ നിയമനിർമ്മാണം നടത്തിയപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യണം, ആയുഷിന്റെ കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർമാർ മനസ്സിലാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത്രയധികം രീതിയിൽ ഗവൺമെന്റ് ഇതിന്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഓപ്പറേഷൻ അമൃത് പദ്ധതി, അല്ലെ, ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നടപടി എടുക്കുന്നതാണ് പറയുന്നത്. ഈ ആന്റിബയോട്ടിക്കുകൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ നമ്മൾ എടുക്കാറുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് ഡോക്ടേഴ്സ് അവർക്ക് കട്സ് കിട്ടേണ്ടിയിട്ട് അവർക്ക് മറ്റ് എന്താ പറയുക കമ്പനികൾ ടാർജറ്റ് കൊടുക്കും. ഇല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ട വാർത്തയാണ്, കഴിഞ്ഞ വർഷം ഏകദേശം 300 കോടി രൂപ ഡോളോ എന്ന് പറയുന്ന ഒരു ഒറ്റ കമ്പനി ഇവിടെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇത്രയും 300 കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ച ആളുകൾ ആരൊക്കെ? ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വിപണി ഈ പ്രൊഡക്റ്റുകൾക്ക് വിപണി നമ്മളായിട്ട് മാറിയിട്ടുണ്ട്. 300 കോടിയുടെ ഡോളോ ഒക്കെ കഴിച്ച ആളുകളാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേ ഭാഗമായിട്ടാണ് ആന്റിബയോട്ടിക്കണം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് സാധ്യത കൂടുന്ന കാര്യമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു മേഖലയ്ക്ക് ഇന്ത്യയിൽ സാധ്യത ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, ഇല്ലേ? ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് പരിപാടി ഇന്ത്യയിൽ നടക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് പോപ്പുലേഷനാണ്. ലോകത്തിലെ എവിടത്തെക്കാട്ടും പോപ്പുലേഷൻ, ജനസംഖ്യ ഉള്ള ഒന്നാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. 140-150 കോടി ആളുകൾ ഇന്ത്യയിലുണ്ട്. ആ ഒരു 140 കോടിയുടെ 1%, ഇനി അത് പോട്ടെ 3.5 കോടി ആളുകൾ കേരളത്തിലുണ്ട്. ആ ഒരു 3.5 കോടിക്ക് മേലുള്ള ആളുകളിലെ 1% കച്ചവടം നമ്മളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാറ്റം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ, നമ്മളിത് ടീം വർക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ ടീം വർക്കിലൂടെയാണ് ഇത് പോകുക. നമ്മൾ ഇത്രയും ആളുകൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി കാണുന്നതല്ലല്ലോ ഈ കച്ചവടം. അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ത്യയിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഒരു വളർച്ച ലോകത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും. രണ്ടാമത്തെ കാരണം അൺഎംപ്ലോയ്മെന്റ് ആണ്, അല്ലെ? തൊഴിലില്ലായ്മ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തൊഴിൽ കൊടുക്കാനുള്ള സാധ്യത ഗവൺമെന്റ് എടുത്തില്ല. ഒരുപാട് മേഖലയിൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരുപാട് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അത്രയധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, പഠിച്ചിറങ്ങിയിട്ടുള്ള തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലും കാണാം നമുക്ക്. നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, PSC ഒന്ന് എഴുതിയില്ലേ, ടെസ്റ്റ് എഴുതിയില്ലേ, എന്തായി, പണിയൊന്നും ആയില്ലേ എന്നൊക്കെ നമ്മളും ചോദിക്കാറില്ലേ, ഇല്ല, എംപ്ലോയോട് ചോദിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആശ്വാസം പകരുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക്, യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നമ്പർ 1 ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ടേൺ ഓവർ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ. പിന്നെ ടേൺ ഓവറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ടേൺ ഓവറിന്റെ കാര്യത്തിൽ പല ആളുകൾക്കും ഇന്ന് പല ബിസിനസ്സും ചെയ്ത് പൊട്ടിപ്പോയ ആളുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പല നാട്ടിലും പല തരത്തിലുള്ള ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒന്ന് ഹോട്ടലാണ്, അല്ലേ? ഹോട്ടലിൽ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് പൂട്ടാനും പറ്റും. അപ്പം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നത്. പക്ഷെ പല ആളുകളും പല രീതിയിലുള്ള ബിസിനസ് ചെയ്ത് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേൺ ഓവറിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു മുതൽ മുടക്കും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ല എന്നുള്ളത്.
ഇല്ല, ഇതിനകത്ത് നമ്മൾ ലോൺ എടുക്കണം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കട തുടങ്ങണേ ഇപ്പം നമ്മൾ മുദ്ര ലോൺ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തും കൊണ്ട് ആ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലോൺ അടയ്ക്കാൻ പൈസ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മേഖല പൂട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ലോൺ എടുക്കണ്ട, മറ്റൊരാളോട് വായ്പ വാങ്ങണ്ട, എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിസിനസ്സിലേക്ക് നമുക്ക് എത്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇല്ല, ഗ്രോത്ത് റേറ്റ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഞാൻ പത്രത്തിലെ വാർത്തകൾ വെച്ച് ഞാൻ പറഞ്ഞു, കേരളത്തിലേക്ക് ഇതിന്റെ ഗ്രോത്ത് റേറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇതിന്റെ ഗ്രോത്ത് റേറ്റ് കൂടി 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 വരികയാണ്. പിന്നെ ചാലഞ്ചസ് നമുക്കറിയാം. മറ്റ് പല മേഖലയിലും നമ്മളൊരു കട നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ കടക്കാരൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു നിയമപരമായ ഒരു മെഡിക്കൽ ഷോപ്പോ നമ്മളൊരു ഹോട്ടലോ നമ്മൾ മറ്റെന്തെങ്കിലും മേഖലയാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ആളുകളുടെ ഒരു വെല്ലുവിളി നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ നെറ്റ്വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വെല്ലുവിളി നമുക്കുണ്ടോ, ഏതെങ്കിലും ലീഡേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ത്യ ഏരിയയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാറുണ്ടോ? ആരും പറയാറില്ല. ഇല്ല, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല സൗഹൃദത്തിലാവുകയും ഇതിനകത്ത് വേണ്ട ടിപ്സുകൾ ഒരു പക്ഷേ അയാൾ പറഞ്ഞു തരും. അങ്ങനെയുള്ള ലീഡേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്ന്. ഒരുമിച്ച് വിൻ വിൻ തിയറിയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വലിയ രീതിയിലേക്ക് വളർച്ചയുണ്ടെങ്കിൽ നമുക്കൊരു സെലിബ്രിറ്റി ആയിട്ട് മാറാവുന്ന ലോകത്തിലെ ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു വ്യത്യസ്ത പാതയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വ്യത്യസ്ത വഴികളിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആളുകളാണ്. ആ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആളുകൾ നിരവധി ആളുകളെ കൈപിടിച്ച് അവരുടെ പാതയിലേക്ക് നയിക്കുമ്പോൾ അയാൾക്കും വിജയിക്കാം, കൂടെ വന്ന ആളുകൾക്കും വിജയിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം മുതൽ 6 മാസം വരെ നമ്മുടെ വർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ മറ്റുള്ള പണിക്ക് പോകും. രണ്ടാമത്തെ ഒരു സെക്ഷൻ എടുത്ത് 6 മാസം മുതൽ 12 മാസം വരെ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ വർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാലും കുറച്ചും കൂടിയൊക്കെ വരുമാനം നമുക്ക് വരും. ആ സമയത്തും നമ്മൾ മറ്റ് പണിയെ പറ്റി ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം കുറഞ്ഞു വരുന്ന സമയമാണ് അതൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പാർട്ട് ടൈം ആയിട്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെ നമുക്ക് വർക്ക് തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്നാലും നമുക്ക് എന്തുണ്ടാവും, വരുമാനം അതിനകത്ത് ഉണ്ടാവും. പിടിച്ചു നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കും. വിശ്വാസം നമുക്ക് അവിടെയും നഷ്ടപ്പെട്ടു പോകരുത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം മുതൽ 3 വർഷം വരെ എന്ത് വന്നു, നമ്മളിലേക്ക് കുറെ ടീം കടന്നു വന്നു. ആ ടീമിന്റെ വരുമാനത്തിന് വേണ്ടി നമ്മൾ ആദ്യത്തെ 1-2 വർഷം നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ വരുമാനം ഉറപ്പിച്ച് നിർത്തിക്കെടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബിസിനസ് വിട്ടുപോകില്ല. അവരുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സിൽ ലൈവായിട്ട് നിൽക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് 2-3 വർഷം നമുക്ക് പണി കുറയും. അല്ലേ? ഇപ്പൊ നമ്മൾ പ്ലാൻ പറയാൻ പകരം സകല ആളുകളുടെ എടുത്തു പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയിട്ട് പ്ലാൻ പറയും. സെയിൽ ക്ലോസിങ്ങിനെ പറ്റി നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. GTSനെ പറ്റി സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആ രീതിയിൽ നമ്മുടെ ടീമിൽ ആളുകൾ വരുന്ന സമയത്ത് അവരോടൊപ്പം നമ്മൾ വളരുന്നൊരു സ്ഥിതിയാണ് 2-3 വർഷം ഉണ്ടാവുക. ഇതിനകത്ത് വർക്ക് കുറവായിരിക്കും, ഇൻകം ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ 3 to 5 ഇയർ നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം, വർക്ക് ഉണ്ടാവുകയില്ല. എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു 3 വർഷത്തിന് ശേഷം, ഇത് പണ്ടത്തെ അല്ല ഇപ്പോഴത്തെയാണ് ഞാൻ പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിന്റെ സാധ്യതയെ പറ്റി നാട്ടിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. പല ആളുകളും പല തട്ടിപ്പിലും പെട്ടുപോയത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ ബോധവൽക്കരിച്ച് ഈ രീതിയിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു 5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ടൈം ഫ്രീഡം കിട്ടും, അതേപോലെ തന്നെ മണി ഫ്രീഡം. സമയം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇന്ന് നമുക്ക് സമയം കിട്ടുന്നുണ്ടോ ഫ്രീ ആയിട്ട്? ഇല്ല. നമ്മുടെ സമയം ഇന്ന് ഫ്രീയേ അല്ല. കാരണം വെച്ചാൽ ഇനി ഫ്രീ ആയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത മാറി, എന്തെങ്കിലും ചിന്തകൾ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു 5 വർഷം ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ്, മൈൻഡ് ഫ്രീ ആയിരിക്കും, സമയം ഫ്രീ ആയിരിക്കും. നമുക്ക് ആ സമയം എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലെ? പണം വന്നു കഴിഞ്ഞാൽ തീരാത്തൊരു പ്രശ്നമല്ല. ഏകദേശം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു 90% അല്ലെങ്കിൽ 95% പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, പണം വന്നു കഴിഞ്ഞാൽ തീരും. നമ്മളെ വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ നമ്മളെടുത്തേക്ക് തിരിച്ചു വരും, നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറാൻ നമ്മൾ തയ്യാറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എ ഡ്രീം ബിക്കം എ ഗോൾ വെൻ ആക്ഷൻ ഈസ് ടേക്കൺ ടുവേർഡ്സ് ഇറ്റ്സ് അച്ചീവ്മെന്റ് എന്നാണ്. അല്ലെ? നമുക്ക് നമ്മുടെ സ്വപ്നങ്ങള്
അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്കുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളുകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് വലിയ എന്താ പറയുക സ്വപ്നങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഇല്ലേ നമുക്ക് സ്വപ്നങ്ങളിലേക്കും ആ സ്വപ്നങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജയ് സാറേ, സമയമായിട്ടുണ്ടോ? സാറേ കുഴപ്പമില്ല, 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റും കൂടെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. നമുക്കൊന്ന് നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ബിസിനസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു ലീസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ പ്രൊഡക്റ്റ് കാണിച്ചിട്ടാണ് എല്ലാ ആളുകളും കച്ചവടം ചെയ്യുന്നത്. ഇല്ലേ, ബൂസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് അല്ല നമ്മോട് പറയുന്നത്, ഹോർലിക്സിന്റെ ഇൻഗ്രീഡിയൻസ് അല്ല നമ്മോട് പറയുന്നത്, കണ്ണൻ ദേവൻ ചായയുടെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല പറയുന്നത്, അതേപോലെ തന്നെ പങ്കജ കസ്തൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഇന്ന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ ചാമ്പി തൈലം, നമ്മുടെ കഫ്നില്, നമ്മുടെ വെൽഹാർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവർക്ക് എങ്ങനെ ഗുണം കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയണം. ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടാണ് ഓരോ കച്ചവടം നാട്ടിൽ നടക്കുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോഴേ പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് നെഗറ്റീവ് നമുക്ക് കിട്ടും. ഇല്ലേ, നമുക്ക് കിട്ടുന്ന നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടുന്ന ഒരു കച്ചവടക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വെക്കുന്ന ആളുകളായിരിക്കും. ഇല്ലേ, ലോട്ടറിയിൽ കോടികളിൽ സമ്മാനം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോയി എടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ എടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും ലോട്ടറി നമ്മൾ എടുത്ത് കൊണ്ടുപോകുമ്പോൾ നോ 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 എന്നും പറഞ്ഞിട്ട് അയാൾ ഒഴിവാക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത കസ്റ്റമറിലേക്ക് പോകുന്നുണ്ട്. അത് അയാളുടെ കോൺഫിഡൻസ് ലെവലാണ്. ഇല്ല, ഒരു 10 ആൾ നോ പറഞ്ഞിട്ട് ഏതെങ്കിലും ലോട്ടറിക്കാരൻ മടങ്ങി വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ടോ? ഒരാളും ഇല്ല. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനപ്പുറത്തേക്ക് അയാളുടെ മൈൻഡ് സെറ്റ് അയാൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അയാളുടെ കയ്യിലുള്ള 10 ലോട്ടറിയോ 20 ലോട്ടറിയോ അയാൾ വിറ്റ് പോകുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റ് ഇയാളല്ല അടുത്തയാൾ വാങ്ങാനുണ്ടാവും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞ ഷെയർ ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മേക്ക് എ ലീസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാനും ഈ ഒരു ബിസിനസ് കൊടുക്കാനുള്ള ആളുകളുടെ ലീസ്റ്റ് നമ്മൾ മേക്ക് ചെയ്യണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഇൻവിറ്റേഷൻ ചെയ്യണം. ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യണം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കാണ് നെറ്റ്വർക്കിന്റെ സാധ്യതയെ പറ്റിയും, അല്ലെങ്കിൽ നല്ല കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള എന്താണ് മാറ്റം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കേ സാധിക്കുള്ളൂ. അവർക്ക് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അല്ലെ, കുറച്ചു കാലം മുന്നേ നമ്മളും അങ്ങനെ തന്നെയായിരുന്നല്ലോ. നെറ്റ്വർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളും ഓരോരുത്തരും മനസ്സിലാക്കിയത്. പക്ഷെ ഇതിനകത്ത് വന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മീറ്റിംഗ്, നമ്മളൊരു ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ആരെങ്കിലും ഹോം മീറ്റിംഗ് നടത്താത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യാം? ഹോം മീറ്റിംഗ് നടത്തണം. അതെങ്ങനെ വിളിക്കണം, ഏത് രീതിയിൽ വിളിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ലീഡർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ രീതിയിൽ മാത്രം നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിലേക്ക് ആ രീതിയിലേക്ക് അത് ചെയ്യരുത്. എന്ന് കഴിഞ്ഞാൽ ഇവർ ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് എന്തായി പോകും? ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ നടത്തേണ്ടതാണ് ഫോളോ അപ്പ്. ഒരാൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് നമ്മൾ 3 or 4 പ്രാവശ്യം, ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലമൊക്കെ അയാളെ കൂടെ നടക്കേണ്ടി വരും. ഇപ്പം ഞാനും രഞ്ജിത് സാറും കൂടെ 2 കൊല്ലം ഒരാളെ വഴി നടക്കുന്നു. ഇതുവരെ അയാൾ ഐഡിയ അടിച്ചിട്ടുണ്ട്, ഇതിന് വർക്കിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ 1 വർഷം മുമ്പ് വരെ ഫോളോ അപ്പ് ചെയ്ത ആൾക്കാർ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മാസം എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ, ഇനി വർക്ക് ഒഴിവാക്കി അയാളുടെ പോയി ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വർക്കുള്ള സമയത്ത് വർക്കിന് പോവുക, അല്ലാത്ത സമയത്ത് ഇങ്ങനെ കിടക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ രീതി നമ്മൾ ഇതിനകത്ത് തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോളോ അപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇല്ല, നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു പരസ്യത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലേക്ക് നമ്മളെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? അവർ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളൊരു വണ്ടി എടുക്കാൻ ഷോറൂമിലൊന്ന് കയറി ഇറങ്ങിയാൽ മതി, ഇല്ല, ഒരു 100 കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അത് അവർ ഫോളോ അപ്പ് ആണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളെ ഫോളോ അപ്പ് എന്ത് ചെയ്യുക?
നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അത് ലീഡേഴ്സിന് കിട്ടിയിട്ട് മാത്രമേ ഫോളോ അപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കരുത്. അവരില്ലെങ്കിലും അവർക്ക് വർക്ക് ഉണ്ടാവാം. അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അവരെടുത്ത് പോയിട്ടിരിക്കുക. കാരണം നമ്മളെയാണ് അവർക്ക് പരിചയമുള്ളത്. ഇതിന്റെ സാധ്യതകൾ മാത്രമേ നമ്മുടെ ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ടീം വർക്ക്. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊരു ടീം ഉണ്ടാവും. ആ ടീം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ട് ആ ടീമിലുള്ള ഓരോ ആളുകൾക്കും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്ന അവസരമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു അവസരം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അത് വിലയിരുത്തുക, കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുക, അത് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും സക്സസിലേക്ക് എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളും ഈ മേഖലയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടി. മറ്റു മേഖലയിൽ പ്രവർത്തിച്ച് വലിയ വിജയങ്ങളും വലിയ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി രഞ്ജിത്ത് സാറിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു മേഖലയെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. 6 മാസം വെറുതെ പോയിട്ടുണ്ട്. ഈ ഒരു കാര്യവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ വർക്ക് തന്നെ ചെയ്തു. പക്ഷേ പ്രൊഡക്റ്റ് ആവശ്യമായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കയറി വന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും അവിടുന്ന് പിടിച്ച് എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചപ്പോഴാണ് ഈ ഒരു മേഖലയെ പറ്റി കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുള്ള സമയത്ത് മാത്രമേ അവിടെയൊക്കെ വരുമാനമുള്ളൂ. പക്ഷേ ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ച് വലിയൊരു ടീമിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ നമ്മളില്ലാതെ പോയാലും നമ്മുടെക്ക് വേണ്ട വരുമാനം നമ്മുടെ ടീമിലൂടെ നമ്മളെ വീട്ടിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മളെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.